വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്നത്തെ ഡിഷ് ഒരു സിമ്പിൾ ആൻഡ് ഈസി ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ ചിക്ക് പനീർ സാലഡാണ്. ഇത് നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ഇതൊരു വെയ്റ്റ് ലോസ് ഫ്രണ്ട്ലി ആൻഡ് മീൽ പ്രെപ്പിനും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഡിഷാണ്. ഇതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ട് 1/2 ടീസ്പൂൺ ഓയിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു 100 ഗ്രാംസ് പനീറാണ് ഇങ്ങനെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിരിക്കണേ. ഇതിൻ്റെ മുകളിൽ 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ പാപ്രിക്ക, 1/2 ടീസ്പൂൺ ഡ്രൈ ഓറിഗാനോ ഇട്ടിട്ട് ഒരു 1 മിനിറ്റത്തേക്ക് നല്ലോണം സോത്തേ ചെയ്യുക. അധികം ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പനീർ റബ്ബറി ആയി പോവും അതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 1 മിനിറ്റത്തേക്ക് സോത്തേ ചെയ്ത് റെഡിയാക്കുകയുള്ളൂ. ഈ പനീർ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്പൈസസിൻ്റെയും ഹെർബ്സിൻ്റെയൊക്കെ ഫ്ലേവർ ആൻഡ് ടേസ്റ്റ് ഇതിലേക്ക് നല്ലോണം ഇറങ്ങും. നല്ലൊരു ടേസ്റ്റി പനീറായിരിക്കും. ഈ പനീർ ഇങ്ങനെ വേണമെങ്കിലും നമുക്കൊരു സ്നാക്കായിട്ടോ ഒരു പാർട്ടിയിലോ ഒരു ആപ്പറ്റൈസറായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇപ്പോൾ 1 മിനിറ്റ് ചെയ്തപ്പോൾ പനീർ ഇപ്പോൾ നല്ല ജ്യൂസി ആൻഡ് സോഫ്റ്റാണ്. ഇത് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഒരു ബോൾ എടുത്തിട്ട് അതിനകത്തേക്ക് 1/2 കപ്പ് കുക്ക് ചെയ്ത് ചിക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ സവോള, 2 ടേബിൾ സ്പൂൺ യെല്ലോ ബെൽ പെപ്പർ, 1/2 കുക്കുംബർ, 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ക്യാപ്സിക്കം, 2 ടേബിൾ സ്പൂൺ റെഡ് ബെൽ പെപ്പർ, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഈ കുക്ക് ചെയ്ത പനീറും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോണ ഈ സാലഡിന് വേണ്ടിയുള്ള ഡ്രസ്സിംഗ് ആണ്. അതിന് വേണ്ടി ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു അര നാരങ്ങയുടെ ജ്യൂസും കൂടെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. ഒരു ടീസ്പൂൺ നാരങ്ങയുടെ ജ്യൂസാണ്. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലോണം ഇതെല്ലാം മിക്സ് ചെയ്യുക. സോൾട്ടൊക്കെ നല്ലോണം ഇതിലേക്ക് ഡിസോൾവ് ആയിട്ട്. ഇത് നമ്മളൊരു ഗ്ലാസ് ജാറിലാണെങ്കിലും എടുത്തിട്ട് നല്ലോണം ഷേക്ക് ചെയ്തിട്ട് ഈ ഡ്രസ്സിങ് റെഡി ആക്കാൻ പറ്റും. ഇനി ഈ ഡ്രസ്സിങ് നമ്മൾ പനീർ, വെജിറ്റബിൾസ് ആൻഡ് ചിക്ക് ചോലയിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ സ്റ്റേജിൽ നമ്മൾ സോൾട്ട് ചെക്ക് ചെയ്യുക. സോൾട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഇത് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ റെസിപ്പിയാണ്. വെയ്റ്റ് ലോസ് ഡയറ്റിലേക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമുക്കൊരു പാർട്ടിയിലേക്ക് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഡിഷാണ്. നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ലാസ്റ്റിൽ സെർവ് ചെയ്യുന്നതിന് മുമ്പേ ഡ്രസ്സിങ് ആഡ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. ഒരു ഡിഫറെൻറ്റ് ഡിഷായിരിക്കും, നല്ലൊരു ഡിഷായിരിക്കും. മീൽ പ്രെപ്പിന് വേണ്ടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഡിഫറെൻ്റ് ഒരു വേർഷൻ ചെയ്യാനായിട്ട് ചിക്കൻ ആഡ് ചെയ്യാം, അവക്കാഡോസ്, ഓലിവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഡിഫറെൻറ്റ് വേർഷനും ചെയ്തെടുക്കാൻ പറ്റും. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.